കേരള സ്റ്റോറി വലിയ വിവാദമാകുന്ന പശ്ചാത്തലത്തിൽ ഇനിയും ആ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ഇങ്ങനെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആലപ്പുഴയിൽ ലവ് ജിഹാദിന്റെ പുതിയ വേർഷൻ വന്നിരിക്കുക. ഹരിപ്പാട് ചിങ്ങോലിയിൽ വിവാഹിതയായ ഹിന്ദു യുവതി ഭർത്താവ് അറിയാതെ ഇസ്ലാം മതം സ്വീകരിച്ചു. തമിഴ്നാട് നാഗപട്ടണം തിരുവാവൂർ സ്വദേശിയായ അമീർ ഫൈസലും ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായി പെൺകുട്ടി പോലീസിനെ അറിയിച്ചതായാണ് വിവരം. മതം മാറാൻ പെൺകുട്ടിയുടെ കുടുംബം പണം സ്വീകരിച്ചതായും പരാതിയുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും അറിയാതാണ്ട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ചെറുക്കൻ, ഏത് സമുദായത്തിലും ആയിക്കോട്ടെ, നമ്മൾ ജാതിയെ പറ്റി പറയുന്നില്ല, ഏത് സമുദായത്തിൽപ്പെട്ട ഒരു ചെറുക്കനായാലും ഒരു ഭർത്താവ് നിലവിൽ ഉള്ളപ്പം, വിവാഹമോചനം ചെയ്യാതെ നിലവിലുള്ളപ്പം വേറൊരുത്തനെ കല്യാണം കഴിച്ചു കൊടുക്കുവോ? അതിന്റെ പിന്നിലുള്ള ഭവിഷ്യത്തുകൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവൻ നാളെ ഇവളെ കൊണ്ടുപോയി അവൻ എന്തെങ്കിലും ഒരു അപാതക ഇവക്ക് പറ്റി, ഇവൻ നിലവിലുള്ള ഭർത്താവിനെ പിടിക്കുവോ അവനെ പിടിക്കുവോ? എന്റെ മോനെ തന്നെ പോലീസുകാർ വന്ന് ചോദ്യം ചെയ്യും. പയ്യനെ തിരുവാവൂർ, നാഗപട്ടണം തിരുവാവൂർ. ഇന്നലെ അവർ പോലീസ് സ്റ്റേഷനിൽ പറയുന്നത് ഞാൻ കേട്ടതാണേ, അല്ലാതെ എനിക്കറിയത്തില്ല. ആരുടെ പയ്യന്റെ? അമീർ ഫൈസൽ. ഇവിടെ പേര് മാറ്റി ഫാത്തിമ അമീർ എന്നാക്കി. അതും അവൾ കോടതിയിൽ സ്റ്റേഷനിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇവന്റെ കയ്യിൽ മാത്രമല്ല തെറ്റ്, അവിടെ അമ്മയുടെ കയ്യിലും തെറ്റ്. അച്ഛന് കാശ് കൊടുത്തപ്പോ അച്ഛനങ്ങ് ഒതുങ്ങി. എന്റെ കല്യാണം കഴിഞ്ഞ് അന്നോട്ട് തുടങ്ങിയ പ്രശ്നങ്ങളായിരുന്നു പുള്ളിക്കാരന്. ഞാൻ എന്റെ പെണ്ണുമ്പളെ കൊണ്ട് ഒരു അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ല, ഒരു കടയിൽ പോകാൻ പറ്റത്തില്ല, അവൾക്ക് എങ്ങും അവളെ കൊണ്ട് പോകാൻ പറ്റില്ല. പുള്ളി എടുത്ത് പോയി അടിച്ചിട്ട് പറയുന്നത് അറിയോ, ഞാൻ അവളെ വിൽക്കാൻ കൊണ്ടുപോയത്. ഇപ്പൊ അവളെ വിറ്റല്ലേ പുള്ളി 50,000 രൂപയ്ക്ക്. ഇപ്പൊ പുള്ളി 50,000 രൂപയ്ക്ക് അവളെ വിറ്റത്. മതപരിവർത്തനം, അത് അത്രേ ഉള്ളൂ, മതപരിവർത്തനം തന്നെ നടത്തുന്നത് മൊത്തം. അല്ലെങ്കിൽ പിന്നെ അവരുടെ വീട്ടിൽ പൂജ നടത്തിയ എന്തിനാ? സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ടോ? ശ്യാം, ആലപ്പുഴ ജില്ലയിലെ കരിയിലക്കുളങ്ങര പോലീസാണ് ഇതിൻ്റെ അന്വേഷണം നടത്തുന്നത്. അവരിടപെട്ടാണ് നാഗപട്ടണത്ത് നിന്നും ഈ യുവതിയെ തിരിച്ച് നാട്ടിലെത്തിച്ചതും. എന്നാൽ നാട്ടിലെത്തിച്ച ശേഷം യുവതിയുടെ വീട്ടിലേക്ക് തന്നെ വിടുകയായിരുന്നു. എന്നാൽ മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് നടന്നതായി പറയുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഇത്തരം സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചോ ഇല്ലെങ്കിൽ അതൊരു ലവ് ജിഹാദ് ആണെന്ന് സമ്മതിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. എന്നിരുന്നാൽ തന്നെയും ഇതിൽ വളരെ കൃത്യമാണ്, വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു മതപരിവർത്തനമാണ്. അതിലുപരി വിവാഹിതയായ മറ്റൊരാളുടെ ഭാര്യയായി കഴിയുമ്പോൾ ആ യുവതിയെയാണ് ഇത്തരത്തിൽ ഭർത്താവ് പോലും അറിയാതെ മതപരിവർത്തനം നടത്തുകയും അതിനുശേഷം ഭർത്താവിനോടൊപ്പം ഇനിയും ജീവിക്കാൻ താല്പര്യമില്ല, ഈ പറഞ്ഞ കേരളത്തിന് പുറത്തുള്ള തമിഴ്നാട്ടിലുള്ള ഒരു മുസ്ലിം യുവാവിനൊപ്പമാണ് ജീവിക്കാൻ താല്പര്യം എന്ന് ഈ യുവതി പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ എത്രത്തോളം ആസൂത്രിതമാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ്. നാഗപട്ടണത്തു നിന്ന് തന്നെ സംഘങ്ങൾ എത്തിയാണ് ഇവരുടെ വീട്ടിൽ താമസിച്ച്, പെൺകുട്ടിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് പൂജയും മറ്റും നടത്തുക, അതിനുശേഷം മതപരിവർത്തനം നടത്തുക, അതിനുശേഷം ഈ പെൺകുട്ടിയെ അടക്കം നാഗപട്ടണത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്നും കഴിഞ്ഞ ദിവസമാണ് തിരിച്ചെത്തിയത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ യുവാവ് ഭാര്യയെ തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് പരാതി നൽകിയിരിക്കുകയാണ്. ഇതൊരു വിവാഹമോചന കേസ് പോലും നിലവിൽ ഇല്ല എന്നിരിക്കെ ഇത് എത്രത്തോളം ആസൂത്രിതമായാണ് മറ്റൊരാളുടെ ഭാര്യയെ തന്നെ മതപരിവർത്തനം നടത്തി എടുക്കുന്നു. അതിൽ ഈ കുടുംബം വളരെ കൃത്യമായി പറയുന്നു, ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം വന്നിട്ടുണ്ട്. അപ്പോൾ പണം നൽകി മതപരിവർത്തനം നടത്തി ഈ ഒരു ഹൈന്ദവ കുടുംബത്തെ തന്നെ ശിഥിലമാക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇത് ഒരു പക്ഷേ ലവ് ജിഹാദിൻ്റെ ഏറ്റവും പുതിയ ഒരു പതിപ്പായി തന്നെ നമുക്ക് വിലയിരുത്താം. ഇതിനെതിരെ ഹിന്ദു ഐക്യവേദിയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് പറയുന്നത്. പോലീസിൽ നിന്ന് കൃത്യമായ നീതി ലഭിക്കുന്നില്ലെങ്കിൽ പരസ്യമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം. അത്തരം നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതി അംഗം തന്നെ ഈ യുവാവിൻ്റെ സൂരജ് എന്ന യുവാവിൻ്റെ വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം നമ്മളോട് പറഞ്ഞതും കൃത്യമായ ഇടപെടൽ ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തുനിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ്. ഉയരുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.